മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തി ഭരണം പിടിച്ചു. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ യു ഡി എഫിലുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ ബി ജെ പി അവരെ അങ്ങെടുത്തു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ലാതെ അതിലെ പൊളിറ്റിക്കൽ മാർജിൻ ഉണ്ട്. അത് മാറ്റി നിർത്തിയാലും 1-2 പേര് പോകുന്ന പോലെയല്ല. കൂട്ടത്തോടെ എല്ലാവരും കൈപ്പത്തിയിൽ വോട്ട് വാങ്ങി ജയിച്ച് എല്ലാവരും കൂടി ബി ജെ പി ലക്ഷ്യത്തിന് ഒത്താശ പാടി ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് കേട്ടുകഴിവുള്ളതല്ല വസന്ത്. അല്ല, അതങ്ങനെ അല്ലല്ലോ ഹാഷ്മി. ബി ജെ പിയിലേക്ക് പോയി ചേർന്നു, ലയിച്ചു എന്ന കണക്കിന് അങ്ങ് പോലും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണ്? ഇന്ന് അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ബി ജെ പിയിൽ പോയിട്ടില്ല എന്ന്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണ് ബി ജെ പിയുമായി ഒരു സഖ്യമുണ്ടായെന്നോ അല്ലെങ്കിൽ അവർ ബി ജെ പിയിൽ പോയി അങ്ങ് ലയിച്ചു കളഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ അങ്ങ് പോലും പറഞ്ഞു വെക്കുന്നത് എന്നത് എന്ത് ജിജ്ഞാസയാണ് നിങ്ങളെ നയിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിയിൽ പോയി ലയിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ബി ജെ പിയുമായി അവരൊരു താൽക്കാലിക നീക്കുപോക്കുണ്ടാക്കിയെങ്കിൽ ബി ജെ പിയുടെ ആരാണ് അവിടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി വന്നിരിക്കുന്നത്? മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രകാരം ശ്രീമതി ടെസി ജോസ് ആണ്. ടെസി ജോസ് കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച ആരാണ്. അതിനു മുമ്പ് അവർ 2010 വർഷം മുമ്പ് അവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ആളാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് വിമതയായി മത്സരിച്ച ആളാണ്. മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. നിലവിൽ പാർട്ടി നടപടി നേരിടുന്നു. രണ്ടാമതോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളാണ്. ഇവരാരും ബി ജെ പിയുമായി യാതൊരു തരത്തിലും നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നവരോ ബി ജെ പി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ല. അപ്പൊ ബി ജെ പിയുമായി ഒരു സഖ്യമുണ്ടായെങ്കിൽ ബി ജെ പിക്ക് എന്താണ് അതിൽ ഒരു കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത്? ഒരു കോൺട്രാക്ട് ഉണ്ടാകുമ്പോൾ എല്ലാ കക്ഷികൾക്കും ഒരു കൺസിഡറേഷൻ, ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ബി ജെ പി അധികാരത്തിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ പോസിബിലിറ്റി ഉള്ള, അധികാരത്തിന് പ്രാതിനിധ്യമുള്ള എല്ലാ അവസരങ്ങളും അകറ്റി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ പറയുന്ന നൂർജഹാൻ നവാസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ഭരിക്കുന്നത് ബി ജെ പി പിന്തുണയിലാണ്. പോട്ടെ, ഇനി ടെസ്സ, ഇപ്പോൾ ആ ടെസ്സയും ഈ പറയുന്ന ഔസേഫും അവിടെ നിങ്ങൾ സീറ്റ് കൊടുക്കാതെ വിമതരായി നിന്ന് ജയിച്ചത് അവരുടെ മെടുക്ക്, നിങ്ങളുടെ കഴിവുകേട്. ശ്രീ വസന്ത്, അവിടെ വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്നത് ബി ജെ പി പിന്തുണയിലാണ്. രാജിവെക്ക് എന്ന് പറ, എന്താ പറയാത്തെ? അല്ലല്ല, അത് എന്ത് തരം വാദമാണ് ശ്രീ ഹാഷ്മി? നോക്കൂ, കേരളത്തിൽ എല്ലാ സീറ്റുകളിലും എല്ലാവരെയും പരിഗണിച്ച്, സീറ്റ് മോഹികളായ എല്ലാവരെയും പരിഗണിച്ചൊന്നും ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. CPM ഈ തെരഞ്ഞെടുപ്പിൽ വിമതന്മാരുണ്ടായിരുന്നില്ലേ? ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസിനുണ്ട്, വിമതന്മാരുണ്ട്. CPM വിമതന്മാർ പല സ്ഥലങ്ങളിൽ ജയിച്ചിട്ടില്ലേ? കോൺഗ്രസിന്റെ വിമതന്മാരും ജയിച്ചിട്ടുണ്ട്. ആ വിമതന്മാർ പിന്നീട് പാർട്ടിയുമായി സഹകരിച്ചാൽ, പാർട്ടിയുടെ പൊതുവിനിയോഗം പരിപാടിയുമായി ചേർന്ന് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ ചിലപ്പോൾ സഹകരിപ്പിച്ചൊന്നു വരും. നോക്കൂ, ഇവിടെ എന്താണ് ഉണ്ടായത്? 2000-ന് ശേഷം ഇങ്ങോട്ട് ആ പഞ്ചായത്തിൽ മറ്റാരും ഭരിച്ചിട്ടില്ല. CPM ആണ് ഭരിക്കുന്നത്. CPMന്റെ കുത്തക ഭരണം. അവിടുത്തെ പഞ്ചായത്ത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുടെ കഥ വെളിയിൽ വന്നു. പഞ്ചായത്ത് ബിൽഡിംഗ് പണിയുന്നതിൽ വലിയ അഴിമതി കഥ വെളിയിൽ വരുന്നു. അതിനുശേഷം അവിടെ ഈ പറയുന്ന ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതി കഥ വെളിയിൽ വരുന്നു. അങ്ങനെ 1 ഡസൻ അഴിമതി കഴിഞ്ഞ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ തവണ അത് ഒരു അന്വേഷണത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ CPMന് തടി തപ്പണമെങ്കിൽ ഏത് വിധേനയും അവിടെ അധികാരം പിടിച്ചാൽ മതിയാവുകയുള്ളൂ എന്ന് CPMന്റെ പ്രാദേശിക നേതൃത്വം, ജില്ലാ നേതൃത്വം തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഒരു വിമതനെ, ഔസേപ്പ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തിയായ ഒരു വിമതനെ അവർ കൂടെ കൂട്ടി. അതിന് 15 ലക്ഷം കൊടുത്തു, 20 ലക്ഷം കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ അന്വേഷണ വിധേയമാവട്ടെ. എന്തൊക്കെയോ പ്രത്യാശകൾ. ഔസേപ്പ് നിങ്ങളുടെ കൂടെയുള്ള ആളാണോ അല്ലേ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഔസേപ്പ് നേരത്തെ ബി ജെ പി ഒരു ബന്ധമില്ലാത്ത ആളാണ്, ടെസ്സയ്ക്ക് നേരത്തെ ബി ജെ പി ഒരു ബന്ധമില്ലാത്ത ആളാണ്. ഏതെങ്കിലും ഒന്ന് പറ, ഔസേപ്പ് നിങ്ങളുടെ കൂടെയുള്ള ആളാണോ, നിങ്ങളുടെ കൂടെയുള്ള അല്ലേ? അല്ലല്ലോ, ഔസേപ്പ് കോൺഗ്രസ് വിമതനായിരുന്നു. ഔസേപ്പ് കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന ആളാണ്. ആ വിജയത്തിന് ശേഷം അവിടെ 10-10 2 വിമതന്മാരുടെ പിന്തുണയോടുകൂടി 8 കോൺഗ്രസ് അംഗങ്ങളും 2 വിമതന്മാരും, അങ്ങനെ 10. CPMന് അല്ലെങ്കിൽ LDFന് 10, 4 BJP അംഗങ്ങൾ. ഇതായിരുന്നു അവിടുത്തെ നില. അപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ UDF കമ്മിറ്റി തീരുമാനിക്കുന്നു, നമ്മൾ ഈ തവണ ഈ 2 വിമതന്മാരെ കൂടെ ചേർക്കുന്നു, അവരുടെ കൂടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മത്സരിക്കാൻ പോകുന്നു. അപ്പൊ എന്തുണ്ടാവും?
10-10 അപ്പോൾ ടോസ് ഉണ്ടാവും. ടോസ് ഉണ്ടായി എന്താണ് തീരുമാനത്തിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, അവിടെ CPM-നെ സഹായിക്കുന്ന ചില മുതലാളിമാർ, അവർ ഔസേപ്പിന്റെ വീട്ടിൽ പോയി ഔസേപ്പിനെ കാണുന്നു. ഏത് വിധേനയും 25 വർഷമായി ഭരിക്കുന്ന ഭരണം നിലനിർത്തി പോരണമെന്നും ശരി, അവിടുത്തെ അവിടെ നടന്ന വ്യവഹാരത്തെ ന്യായീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വസന്ത് കുമ്പള്ളി ഇവിടെ അവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പോട്ടെ, ഇനി ടെസ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചതല്ല, കോൺഗ്രസ് റിബലായി മത്സരിച്ച് ജയിച്ച ആളാണ്. അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഭരിക്കുന്നത് BJP പിന്തുണയിലാണ്. ആ വിമതർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു DCC നേതൃത്വം വേണ്ട പോലെ പറഞ്ഞാൽ രാജിവെക്കാൻ അവർ തയ്യാറാണ്. കോൺഗ്രസ് ആർജവത്തോടെ പറയോ അത് രാജിവെച്ച് ഇറങ്ങ് എന്ന് പറയുമോ വസന്ത്? എന്താ സംശയം? അതിന് പ്രത്യേകിച്ച് അവർ ചെവി പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. SDPയുടെ പിന്തുണ കൂട്ടിയ എത്രയെടുത്താണ് കോൺഗ്രസ് രാജിവെച്ചത്? ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ ശ്രീ VD സതീശൻ വളരെ കൃത്യമായി നിങ്ങൾ മാധ്യമങ്ങളോടും KPCC സർക്കുലറിൽ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആവശ്യപ്പെടാതെ CPM-ഓ BJP-യോ പിന്തുണച്ച് ആ പിന്തുണയുടെ പുറത്ത് നമ്മൾ അധികാരത്തിൽ വന്നാൽ അതാത് സ്ഥലങ്ങളിൽ രാജിവെക്കണമെന്ന് KPCC-യുടെ സർക്കുലർ ഉണ്ടെന്നേ VD സതീശൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി അങ്ങ് ചർച്ച ചെയ്യണം കേട്ടോ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് അങ്ങ് വായിച്ചല്ലോ, ഞാനും വായിക്കുകയായിരുന്നു. അതിനുശേഷം താഴോട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത് സംഘ് പരിവാറിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആക്രമണത്തെ പറ്റി എഴുതിയിട്ടില്ല. ആ 4 വരെ എഴുതാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് 1.5 പാരഗ്രാഫ് ഞങ്ങൾക്കെതിരെ എഴുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.